ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج. സൂചിപ്പിച്ചതുപോലെ ലഹരി വസ്തുക്കളാണ്, കുട്ടികളുടെ ലഹരി വസ്തുക്കളെ കുറിച്ചാണ് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു നല്ല മതത്തിൻ്റെ നല്ല വിശ്വാസങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കണം, എങ്ങനെ അത് പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ എന്ന് നിങ്ങൾ ഉത്തമബോധത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാൻ നിങ്ങളുടെ ഈ 114 സൂറത്തുകളിൽ അല്ലെങ്കിൽ അതിലൊരു ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ആ ഒറ്റ ആയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ തന്നെ നിങ്ങൾ നല്ല ആൾക്കാരായി. വേറൊന്നുമല്ല, ഇന്നമുൽ ഹംറു വൽ മൈസ്റു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലക്കും തത്തഖൂൻ. ഇന്നമുൽ ഹംറു ലഹരി വസ്തുക്കൾ, നമ്മുടെ മദ്യം പോലെയുള്ള, ചാരായം പോലെയുള്ള വസ്തുക്കൾ, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ, ചൂതാട്ടം, ചീട്ടുകളി, മടുക്കകളി, ഇവിടെയൊക്കെ നമ്മുടെ ഏരിയയിലുള്ള ഒരു കളിയാണ്. ഇത്തരം മോശമായ കളികൾ ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ ശൈത്താന്റെ പ്രവൃത്തികൾ, പണിയാണ്. ഫജ്തനിബു, അതെല്ലാം വർജിക്കൂ, നല്ല വിശ്വാസിയായി തീരും എന്നാണ് ഈ ഒരു ആയത്ത് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ നല്ല ആൾക്കാരായി. കാരണം മദ്യപാനവും സമാധാനവും ഉള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാവും. പിന്നെ ആ ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്രയും നല്ല ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ആ ഒരായത്തിൽ ഇത്രയുണ്ട്. അത്രയും എത്രയോ ആയത്തുകൾ ഈ 114 സൂറത്തുകളിലെ ആയത്തുകളാണുള്ളത്. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ ആരായിത്തീരും, എത്ര മഹാന്മാരായിത്തീരും. ഇത്രയും നല്ലൊരു മതം വേറെയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിത്തീരും. അദ്ദേഹം ചെയ്ത വസിയത്ത് എന്നെ ഹൈന്ദവ സമുദായത്തിൽ ചെയ്യുന്നതുപോലെ കത്തിപ്പോയും പുണ്യമായ നദി ഒഴുക്കണമെന്നൊക്കെ പറയുകയും അത് ചെയ്യുകയും അവരുടെ പാർട്ടിയിലൊക്കെ പ്രശ്നമുണ്ടായി നമുക്കറിയാം. അപ്പം എത്ര നിരീശ്വരവാദിയായിട്ട് ജീവിച്ചാലും മതം ഉൾക്കൊള്ളാതെ ജീവിച്ചാലും അവസാന നിമിഷവും അവസാന സമയം വരും. അദ്ദേഹത്തിനേക്കാൾ അദ്ദേഹം പറഞ്ഞ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നത് രാത്രി സമയത്ത് കാറിൽ ഒരു വീട്ടിൽ നിന്നും പറഞ്ഞിട്ട് വന്ന പെൺകുട്ടി കാറിൽ കയറി 1 മണിക്കൂറുകളോളം ചുറ്റി വേണ്ടുന്ന അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആ വീട്ടുകാരത് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടുകാരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു വീട്ടിന്റെ കാര്യമല്ല, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 100 കണക്കിന് കുട്ടികളെ പറ്റി പരാതി, അതുപോലെ തന്നെ പെൺകുട്ടികളും മറ്റൊക്കെ. പെൺകുട്ടികൾ എന്ന് പറയുന്നത് കുറെ കൂടി അടിമകളായിട്ടൊക്കെ ഉണ്ടായത് നമ്മളൊക്കെ മനസ്സിലാക്കിയവരും അറിയുന്നവരും അത് കൈകാര്യം ചെയ്ത ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുമ്പോൾ എല്ലാ ഓരോരുത്തരും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണമെന്നും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് പൈസയും മുതലും കൊടുത്ത് സഹായിക്കുന്നതിനേക്കാൾ ഉപരി അവരവരുടെ മക്കളെ ചേർക്കാൻ പറ്റുന്ന പരിധിയിലാണെങ്കിൽ, അല്ലെങ്കിൽ മക്കളെ ചേർക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ ഇതുപോലുള്ള കലാലയങ്ങളിലേക്ക് ചേർത്തി സാമ്പത്തികമായിട്ട് കഴിവുള്ളവരാണെങ്കിൽ മക്കളെ പോറ്റാൻ പ്രയാസമായിട്ടല്ല ഇക്കൊണ്ടെന്ന് ചേർക്കുന്നത്. മറിച്ച് ഈ മക്കളെ കൊണ്ട് ദുനിയാവാഹം നഷ്ടപ്പെടാൻ പാടില്ല, മക്കളെ കൊണ്ട് ദുനിയാവിൽ മാസത്തിന് സന്തോഷം ഉണ്ടാവണം, മക്കളുടെ സന്തോഷകരമായ ജീവിതം കൺകുളിർക്ക കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാവണം. വാസ്തവത്തിൽ വരന്റെ ചുറ്റുപാട് മാത്രമല്ല, കൊണ്ടുപോയി ക്യാമ്പസിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാമ്പസിൽ പോലും ഉത്തരവാദപ്പെട്ട വലിയ തറവാട്ടിൽ ജനിച്ച ഇമാമായിട്ട് നിസ്കരിച്ച കുട്ടികൾ വരെ അദ്ദേഹത്തിനെ പഠിക്കാൻ വേണ്ടി ഉയർന്ന ക്ലാസ്സിലേക്ക് ചേർക്കാൻ വേണ്ടി സംഭാവന കൊടുത്ത് പൈസ കൊടുത്ത് അവർ താമസിച്ചതായിരിക്കുന്ന ക്യാമ്പസിൽ നിരീശ്വരവാദികളായ കുട്ടികളായതുകൊണ്ട് തന്നെ ഇമാമത്ത് പോലും നിന്നിരുന്ന കുട്ടി അതൊക്കെ ഒഴിവാക്കി പച്ചകുത്തി എന്ന് പറയുമ്പോൾ രക്ഷിതാവൊക്കെ വന്ന് എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. 1 വർഷം മുമ്പ് ആ കുട്ടി മരിച്ചിട്ടാൻ
നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ വേണ്ടാത്തരത്തിലേക്കും വേഗം നമ്മുടെ കുട്ടികൾ പോവുകയാണ്. എന്ന് മാത്രമല്ല, വേഗം ആത്മഹത്യ വക്കിലേക്കാണ് ഇത് കാലത്തുന്നത്. ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞാണെങ്കിലും ഇതിനെ സ്നേഹിക്കുന്നവർ ഇതിൽ കൂടി കാണുന്നുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾ നമ്മൾ കഴിഞ്ഞു പോയ തലമുറകളെ പോലെയല്ല. നമ്മൾക്കറിയാം, ഇപ്പം വാസ്തവത്തിൽ ഇരുമിന് കുറവില്ല, കലാലയങ്ങൾക്ക് കുറവില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു ആത്മീയമായ ഒരു ആന്തരികമായ ഒരു ദാരിദ്ര്യം, ഒരു ആന്തരികമായ ഒരു കുറവ് നമ്മൾക്ക് എല്ലാവർക്കും വന്ന് പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. നമ്മളെ മക്കൾക്ക് അത് പെട്ടിട്ടുണ്ടോ നമ്മൾ സംശയിക്കണം. നമ്മളെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ എത്ര തന്നെ വളർത്തി കൊണ്ടുവന്നാലും ഒരു പരിധി വിടുമ്പോൾ അവർ കൈവിട്ടു പോകാത്ത സ്ഥിതി എപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണമെന്നും മക്കളെ കൊണ്ട് നരകത്തിൽ പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ആർക്കുണ്ടാകരുതെന്നും അള്ളാഹു പ്രത്യേകിച്ചിട്ട് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. മുഅ്മിനീനെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസി, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളുടെ ശരീരം മാത്രം സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളുടെ ശരീരവും ഭാര്യമാരുടെ ശരീരവും നിങ്ങൾ സംരക്ഷിക്കുന്നവരുടെ ശരീരവും നരകത്തിലോട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാതെ വന്നാൽ നിങ്ങൾ കാരണമായ ഒരു നരകത്തിന്റെ അവകാശികളായാൽ നാളെ മാഴ്ചയിൽ അല്ലാഹു തആല വിചാരണ ചെയ്യുമ്പോൾ നാഥനായ റബ്ബിനോട് നമ്മുടെ മക്കൾ പറയും, അല്ലാഹ് നീ നീതിമാനാണ്, എന്റെ മാതാപിതാക്കളാണ് എന്റെ നരകത്തിലെ എല്ലാ ചട്ടക്കൂട്ടിൽ ജീവിച്ച മക്കളാണ് പ്രത്യേക സാഹചര്യത്തിൽ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നത് അറിയാൻ ആളുകളാണ്. വാസ്തവത്തിൽ ചില കുട്ടികൾക്കൊക്കെ ചില കോളേജ് ക്യാമ്പസിലൊക്കെ ഉണ്ടാക്കിയാൽ ഈ ആദ്യം പോയ കുട്ടികൾ പിന്നെ പോയ കുട്ടികൾ പിന്നെ എന്തായാലും ഒരു ഇതാക്കുന്നുണ്ടല്ലോ. ചില ഒരു കുട്ടി വടക്കായപ്പോൾ എങ്ങനെയാണെന്നറിയോ, ഓരോട് നാവ് കുറച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞത് കുറെ നേരം. അങ്ങനെ കുറെ നേരം പോലെ നാവിലേക്ക് ഉണ്ടോ എന്ന് വെച്ചു കൊടുത്തു. ഇത് 10-15 ദിവസം ചെയ്തപ്പോ ഈ വെച്ച സാധനം അടിമയായി. അവസാനം അവൻ ഇതിന്റെ അടിമയായി. അവൻ അവനിക്ക് ചെറിയ ഒരുപാട് കരുന്ന് കിട്ടുന്ന സംഗതി പൈസ തയ്യാറായി, ചെറിയ മോഷണം നടന്നു. അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അത് പരാജയപ്പെട്ടു. അങ്ങനെ കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് അനുഭവപ്പെട്ടു പോയതെന്ന്. മാനക്കേട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ആത്മഹത്യക്ക് ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ, രക്ഷിതാക്കൾ, സഹോദരന്മാർ, മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാരായ നമ്മൾ, എനിക്ക് വാസ്തവത്തിൽ വിനോദ് സാറിന്റെ ഞാനൊക്കെ വളരെ ബന്ധുള്ള വ്യക്തിയാണ്. വളരെ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനാണ് നമ്മുടെ കുമ്പളയിലെ എസ് ഐ. ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങൾ പോലീസ് പരിധിയായിരുന്നു. അവിടെയുള്ള മുഖാലിയ നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അപ്പൊ അരിയൊക്കെ സ്വരൂപിച്ച് പാവങ്ങളുള്ള ഭക്ഷണം കിട്ടാത്ത പാവങ്ങളൊക്കെ അരിയെല്ലാം കൊണ്ടുപോയി കൊടുത്ത് വളരെ ജീവകാരുടെ പ്രവർത്തനം നടത്തുന്ന ഒരു മാതൃകാപരമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കുമ്പള സ്റ്റേഷനിൽ. നല്ലൊരു സ്വഭാവക്കാരാണ് അദ്ദേഹം. ആയത്തോടെ പ്രസംഗിച്ചത് ഏതൊരു മനുഷ്യനെയും കണ്ടു തുറന്നു പോകും. അദ്ദേഹമാണ്, അദ്ദേഹം പഠിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞതാണ്. മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞത്, പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമയായിട്ട് രാത്രി വീട്ടുകാരറിയാതെ കാറുകാരിട്ട് 1.5 മണിക്കൂർ സഞ്ചരിച്ച് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹം പറഞ്ഞു. ഏത് വീടാണെന്നോ ഏത് സ്ഥലമാണെന്നോ ഞാൻ പറയുന്നില്ല, ഓരോരുത്തരും മക്കളുടെ വീട് ശ്രദ്ധിച്ചുകൊള്ളുകയായിരുന്നു. അതുകൊണ്ട് വളരെ പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആത്മീയമായിട്ട് എന്തോ ഒരു കുറവ് നമ്മൾക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതുപോലെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും അതുപോലെ സ്ഥാപനങ്ങളിൽ തന്നെ ശരിക്ക് കഴിഞ്ഞു പോയ ഉലമാക്കളുടെ ആര്യങ്ങളുടെ വാസ്തവത്തിൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ദർശിപ്പടിക്കുമ്പോൾ ആത്മീയമായ ഒരു കുറവ് ഇതുപോലെ സ്ഥാപനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയം ഉള്ളതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് ആത്മീയമായ രൂപത്തിൽ അതാതിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ബഹുമാനം ആദ്യം പറഞ്ഞു കൊടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുലമ ദുബൈയിൽ വെച്ചിട്ട് അത്താദ് പോലീസിലും ബഹുമാനപ്പെട്ട കുത്തുബിനപ്പുറത്തോ മറക്കുന്ന പോലെയുള്ള വലിയ മഹാന്മാർ അവരൊക്കെ ബഹുമാനത്തോടുകൂടെ അത്താദ്രാത്തിനെ കണ്ടതൊക്കെ പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് എത്രമാത്രം പള്ളികളൊക്കെ കാണാം. റമദാൻ മാസത്തിൽ മുഹമ്മദ് എല്ലാ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ച് സ്ഥാപനം തുടങ്ങിയതിന് ശേഷവും ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സഹായിക്കുന്ന റഹ്മാൻ. അതിനുവേണ്ടി ആരെല്ലാം ഏതെല്ലാം നിനക്ക് സഹായിക്കുന്നുണ്ടോ അവർക്ക് എല്ലാ നിലകളുടെ അഭിവൃദ്ധി വർക്കത്തിന് നൽകണേ റഹ്മാൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് തുകയെടുക്കുന്നത്
അവിടുത്തെ സ്ഥാപനത്തിന് സഹായിക്കുന്നവരുടെ റഹ്മാൻ മികത്തും ബർക്കത്തും ഖൈറും നൽകണേ റഹ്മാൻ. അതുപോലെ തന്നെ സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിക്കണേ റഹ്മാൻ. അർഹമറാഹിമീൻ പഠിക്കുന്ന മക്കളെ നീ സമുദായത്തിനും സമൂഹത്തിനും ദീനിനും ഖിദ്മത്ത് ചെയ്യുന്ന സ്വാലിഹായ മക്കളാക്കി മാറ്റണേ റഹ്മാൻ. നീ ഉദ്ദേശിച്ച പോലത്തുള്ള നീ തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള മക്കളാക്കി മാറ്റണേ റഹ്മാൻ. അർഹമറാഹിമീൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ ആവശ്യമുള്ള നിങ്ങൾക്ക് നൽകണേ റഹ്മാൻ. എല്ലാ നിലക്കുള്ള ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാൻ. എല്ലാ നിലക്കുള്ള ശർറുകളൊക്കെ നീ കാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ റഹ്മാൻ. അല്ലാഹ് ഞങ്ങളുടെ മക്കളെ ജീവിതം കൺകുളിർക്ക സന്തോഷത്തോടെ കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. ഒരുപാട് ഉപ്പമാർ ഒരുപാട് ഉമ്മമാർ മക്കളുടെ കാര്യത്തിൽ വന്ന് ദയനീയമായി കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്ന അവസ്ഥ റബ്ബേ പലപ്പോഴും ഈയുള്ളവർ അനുഭവപ്പെടാറുണ്ട്. മക്കളെ നന്നാക്കി കൊടുക്കും റബ്ബേ. എന്ത് കാരണം കൊണ്ടാണ് ആ കുട്ടികൾ ചീത്തയായി പോയത് റബ്ബേ? നീയാണല്ലോ നന്നാക്കാനുള്ളവർ. വെറുതെ തന്നെ മാറ്റിമറിക്കുന്നു നീയാണല്ലോ റഹ്മാൻ. അല്ലാഹ് മക്കളൊക്കെ മുഹമ്മദ് وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع الدرج بذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته وكفيت البحر واللجج صلى الله عليه وسلم. بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع الدرج بذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج بيتا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في رفع
TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.